നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായി നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഹിന്ദുമതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വത്തിലുണ്ട്. അത് കർമ്മ സിദ്ധാന്തമാണ്. കർമ്മം എന്ന വാക്കിന് പ്രവൃത്തി എന്നാണ് അർത്ഥം. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം കർമ്മങ്ങളാണ്. നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ ഇവയെല്ലാം നല്ല കർമ്മങ്ങൾ. അതുപോലെ ദേഷ്യം, അസൂയ, മോശം വാക്കുകൾ, തെറ്റായ പ്രവൃത്തികൾ ഇവയെല്ലാം മോശം കർമ്മങ്ങൾ. ഭഗവാൻ കൃഷ്ണൻ ഭഗവദ്ഗീതയിൽ പറയുന്നു, ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലമുണ്ട്. കർമ്മങ്ങളെ പ്രധാനമായും മൂന്നായി തിരിക്കാം. 1. സഞ്ചിത കർമ്മം. കഴിഞ്ഞ ജന്മങ്ങളിൽ നാം ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ആകെത്തുകയാണിത്. ഒരു കലവറയിലെ ധാന്യം പോലെ ഇത് നമ്മളിൽ സൂക്ഷിക്കപ്പെടുന്നു. 2. പ്രാരബ്ധ കർമ്മം. ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്ന കർമ്മഫലങ്ങളാണിത്. കലവറയിലെ ധാന്യത്തിൽ നിന്ന് ഒരു ദിവസത്തേക്ക് എടുത്തു ഉപയോഗിക്കുന്നത് പോലെയാണിത്. നമ്മുടെ ജനനം, മാതാപിതാക്കൾ, ചുറ്റുപാടുകൾ തുടങ്ങിയവ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമാണ്. 3. ക്രിയമാണ കർമ്മം അഥവാ ആഗാമി കർമ്മം. നാം ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളാണിത്. നമ്മുടെ ഭാവിയെ ഇത് രൂപപ്പെടുത്തുന്നു. നമ്മൾ വിതയ്ക്കുന്ന വിത്ത് പോലെയാണിത്. നല്ല വിത്ത് വിതച്ചാൽ നല്ല ഫലം ലഭിക്കും. ചീത്ത വിത്ത് വിതച്ചാൽ ചീത്ത ഫലവും. കർമ്മ സിദ്ധാന്തം എന്നാൽ നമ്മൾ വിധിയുടെ തടവറയിലാണെന്ന് അർത്ഥമില്ല. നമ്മുടെ ക്രിയമാണ കർമ്മം തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യാനുമുള്ള കഴിവ് നമുക്കുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകളോടെയും നല്ല പ്രവൃത്തികളോടെയും ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നല്ലത് ചെയ്യൂ, നല്ലത് ലഭിക്കും. ഓർക്കുക, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഒരു വിത്ത് പോലെയാണ്. ആ വിത്ത് എപ്പോഴെങ്കിലും ഫലം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് സ്നേഹത്തിന്റെയും ദയയുടെയും സത്യസന്ധതയുടെയും വിത്തുകൾ വിതയ്ക്കുക. നല്ലൊരു ഭാവിയെ നമുക്ക് കെട്ടിപ്പടുക്കാം.